ഹേ ഗായ്സ്, ഇന്ന് കഴിഞ്ഞ വീക്കിലൊക്കെ ആണെങ്കിൽ വർക്ക് നേരത്തെ തീരാത്തതിൻ്റെ പ്രശ്നമായിരുന്നു. പക്ഷേ ഈ വീക്കിൽ എന്താ തരണോടാ, ഞാൻ വർക്കെല്ലാം നേരത്തെ തീർത്തിട്ട് ഫുൾ പീസ് മൈൻഡ് ഗൈസ്. ഇന്ന് പുറത്ത് നല്ല കിടിലം മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴ. ഈയിടെയായിട്ട് ഭയങ്കര മഴയുണ്ട്. ഇപ്രാവശ്യം എനിക്ക് മഴ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എൻ്റെ വീക്കെൻഡ് വന്നിട്ടുണ്ട്. ആ വീക്കെൻഡിൽ ഞാൻ പുറത്തിറങ്ങാൻ പോവുകയാണ്. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ മഴയത്തൊക്കെ നമുക്ക് അടിച്ച് പൊളിച്ചൊക്കെ പോവാം. വർക്ക് സത്യം പറഞ്ഞാൽ നേരത്തെ തീരണ ദിവസം എന്താന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ്. നമുക്ക് ഒരുപാട് ടൈം കിട്ടും. ഇപ്പം നെക്സ്റ്റ് പോകാൻ പോകണമെന്ന് പറഞ്ഞാൽ ഒരാളെ കൂടെ പിക്ക് ചെയ്യണം. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആ ഫ്രണ്ടിനെ കൂടെ പിക്ക് ചെയ്തിട്ട് നേരെ പോകുന്നു സുഹൃത്തുക്കളെ എൻ്റെ ചേട്ടത്തിയെ പിക്ക് ചെയ്യാനായിട്ട്. അത് അങ്ങ് ചേട്ടത്തിയുടെ കോളേജിലേക്ക്. ഞാനിപ്പോൾ ആദിത്യൻ്റെ വീട്ടിൽ നിൽക്കുകയാണ് ഗൈസ്. ആദിത്യനെ അറിഞ്ഞൂടാത്തവർക്കായിട്ട് അവനാണ് നമ്മുടെ വീഡിയോസിൻ്റെ ആദ്യ സമയങ്ങളിലൊക്കെ അവൻ്റെ ഫോണിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. സോ അതിനുശേഷം ഈ ഒരു ക്യാമറ എടുത്തതിന് ശേഷം ഞാൻ അവനെ ഇന്നാണ് കാണാൻ പറഞ്ഞത്. അപ്പോൾ ഇതവന് ഒരു സർപ്രൈസ് ആയിരിക്കും. ഞാൻ പറഞ്ഞു അവൻ്റെ കാര്യം പറഞ്ഞു എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. വെയിറ്റ് ഫോർ ഹിം. സുഹൃത്തുക്കളെ, ഇതാരാ വരുന്നതെന്ന് നോക്കൂ. നമ്മുടെ ചെറുക്കൻ ആദിത്. ഈ സാധനം നീ ഇപ്പോഴല്ലേ കാണുന്നത്? ലെറ്റ്സ് ഗോ. എടാ നിന്റെ ഫോൺ എടുത്താൽ നമ്മൾ ഇത്രയും നാളും നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന ഐറ്റമാണ് ഗൈസ്. വെയിറ്റ് പറഞ്ഞ നമ്മൾ കുറേ നമ്മൾ എത്ര ദിവസമായി കണ്ടിട്ട്? ഒരു മാസമായെന്ന് തോന്നുന്നു. കുട്ടപ്പനായില്ല അങ്ങ് ഷെയർ ഒക്കെ ചെയ്ത് ചെറുക്കൻ്റെ കൊടുക്കട്ടെ ഗൈസ്. അവന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ട്. ഇത് യൂസ് ചെയ്ത് നോക്കിനി. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് കാറും എടുത്ത് മഴയത്ത് ഇറങ്ങിയ എൻ്റെ അടുത്ത് പറഞ്ഞത് 1/2 മണിക്കൂർ സമയമുണ്ടല്ലോ, നീ വരുന്ന നീ വരണ സമയം കൊണ്ട് ഞാൻ എന്തെന്ന് ഇന്ന് പോയിട്ട് വരട്ടാ. എന്നെ അടിച്ചു തരാമല്ലോ. 500 rupees അങ്ങോട്ട് വെച്ചാണ്ട കുഞ്ഞിനെ കണ്ടുകൂടാ. പിന്നെ അച്ഛൻ എന്താടാ ഒരു റിയാക്ഷൻ ഇട്ടല്ല. അച്ഛനെ പേരത്ത് വെച്ച് കണ്ട് അങ്ങ് വിളിക്കാൻ പോകണമെന്ന് ചോദിച്ചപ്പോ ഒരു റിയാക്ഷൻ. ഇതാണ് നമ്മള് കാണാനായിട്ട് പോകുന്നത് സുമതി വളവാണ്. ചേച്ചിയുടെ വീട് എവിടാ? ആ കാണുന്ന പനമരത്തിലാ ഞാൻ താമസിക്കുന്നത്. ഇത്രയും പകലത്ത് അവൾ ഇങ്ങനെ അലഞ്ഞു നടക്കും വ്യക്തദാഹിയായിട്ട്. ഒരുപാട് പേര് അങ്ങനെ അത് കണ്ടിട്ടുണ്ടടി. ഇവിടെ എത്തുമ്പോഴേ എത്ര വണ്ടികളാണെന്ന് ഇങ്ങനെ നിൽക്കുന്നത്. നിന്റെ വണ്ടി തന്നെ നിന്ന് വേണ്ട. സുമതിയുടെ ഫോട്ടോ എടുക്കുകയാണ്. സേഫ് ലാൻഡിങ്. ഓ, ആരിറങ്ങി വരണത്? ചേച്ചി വന്നാന്ന് അറിയാനായിട്ട്. എന്താ ഇറങ്ങി വരണടാ? ചേച്ചി വന്നടാ. ഇവിടെ അവിടെ അല്ല, ഇഞ്ഞി വാ. അതിനെന്തപ്പുറം? ഏയ് പാച്ച ഇഞ്ഞി വാ. കിട്ടിയാ? എന്തൊരു സ്നേഹം. പാച്ചേ വീട്ടിൽ കയറി പോ. അങ്ങ് പോ. പോട്ടാ. ടാറ്റ. നമ്മൾ നെടുമങ്ങാട്. ടാറ്റ. നമ്മുടെ വണ്ടിക്ക് AC കുറഞ്ഞു. AC-യുടെ ഗ്യാസ് കുറവ്. അത് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ പ്രഷർ പറഞ്ഞു കേട്ടോ. ഗ്യാസ് നല്ല കുറവുണ്ട്. 2 കാര്യങ്ങളുണ്ട് അതിനകത്ത്. ഗ്യാസ് കുറവുള്ള കാര്യം ഉപയോഗിക്കാതിരിക്കുക. രണ്ടാമത്തെ കാര്യം ലീക്കാണ്. നമുക്ക് അതിൽ ചെയ്യാനുള്ളത് പ്രഷർ ഇട്ട് നോക്കിയാലേ നമുക്ക് ലീക്കും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടെന്നുള്ളവരെ അറിയാൻ പറ്റും. ശരി. നല്ല കുറവുണ്ടല്ലേ? ഫില്ല് ചെയ്താൽ നമുക്ക് കിട്ടും. പിന്നീട് ലീക്ക് ഉണ്ടെങ്കിൽ പിന്നെ ഫില്ല് ചെയ്യാം നമുക്ക്. ഫില്ല് ചെയ്യാം. സെറ്റ് ചെയ്യാൻ ക്വീസ് നമുക്ക് ഫില്ല് ചെയ്തിട്ട് ബാക്കി കാര്യം നോക്കാം. ആളെൻ്റെ അടുത്ത് ആക്സിഡൻറ്റ് കൊടുക്കാൻ പറഞ്ഞു. കയറി എന്നിട്ട് തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വണ്ടി എടുത്തതിന് ശേഷം ഇത്രയും തണുപ്പിൽ ഞാൻ ആദ്യമായിട്ടാണ്. നമുക്കിനി ഇതിലെന്തോ കട്ട് ഓഫും കൂടെ നോക്കാണ്ടെന്ന് പറഞ്ഞു കേട്ടോ. AC-യുടെ നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ ഫേസ് കാണുമ്പോൾ അറിയാം. സത്യം ഇത് എടുത്ത ടൈമിൽ നല്ല ഇത് കുറവായിരുന്നു. അപ്പോഴേ വന്ന് ചെക്ക് ചെയ്യേണ്ടതായിരുന്നു. കുഴപ്പമില്ല. വണ്ടി നല്ല തണുത്ത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഫോഗ് നോക്കി കഴിഞ്ഞാൽ അറിയാം. ഒന്ന് പുറത്തെ മഴ, പുറത്ത് നല്ല മഴയുണ്ട്. അതുപോലെ തന്നെ ഇതിപ്പോൾ AC-യുടെ കൂടെ ആയതുകൊണ്ട് ഇനി നമ്മൾ തണുത്ത കാറിലായിരിക്കും ഇനി യാത്ര ചെയ്യുന്നത്. അന്ന് മുണ്ട്രോയിലൊക്കെ മുണ്ട്രോദൂരത്തൊക്കെ പോയില്ലേ, ആ സമയത്തൊക്കെ
ആ സമയത്തൊക്കെ ഫുള്ള് പ്രശ്നമായിരുന്നു, ചൂടായിരുന്നു, വിയർത്ത് ഓടിക്കാനും പറ്റാണ്ട് ഫുള്ള് ഗ്ലാസ്സൊക്കെ ഓപ്പൺ ആക്കിയിട്ടാണ് പോകണം. എങ്കിലും പുറത്തെ പൊടി ചെയ്ത കാര്യങ്ങളൊക്കെ ഇല്ലേ. ഇനി നമുക്ക് തണുത്ത് നടക്കാൻ കുശ്. ഓ, ഞാൻ ഈ ഫേസ് ഇങ്ങനെ ഇരിക്കണതേ ഞാൻ വണ്ടി ഓടിച്ച് വന്ന ടൈമിലുള്ള ചൂടാണ്, അത് കാരണമാണ് ഫേസ് ഇങ്ങനെ ഇരിക്കുന്നത്. അയ്യോ, എന്തൊക്കെ കഷ്ടപ്പാടുകളെന്ന് നോക്കണേ. ഞാൻ മഴയുള്ള നെടുമ്പങ്ങാടിനെ കാണിച്ചു തരാം കുശ്. അപ്പുറത്താണ് ട്രക്ക് മാൻ കേട്ടോ, ചായക്കട. അത് കാണുന്നുണ്ടോ? നമുക്ക് ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ പോയൊരു ചായയും കുടിച്ചിട്ടൊക്കെ നിൽക്കാം. ഈയലിനെ പിടിക്കാം, കമോ. ഞാൻ ബാച്ചും കൂടി ഈയലിനെ പിടിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്നില്ല, ഇവിടെ നിന്നാണല്ലേ അപ്പം ഈയലുണ്ടായി വരുന്നത്. കാണാമോ എന്തോ, ഇതെല്ലാം കൂടെ പറന്ന് അങ്ങോട്ട് പോകണമെന്തോ. ഇത് തീരണില്ലല്ലോ. തുളസിപ്പൂ ഇവിടെ. തുളസി തുളസി കുറച്ചാണോ താനാണോ? തുളസി കതിർ ഗജറ്റ്. ദീപാവലി സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയാണോ അമ്മ? പണ്ട് ഇതിനൊക്കെ ഞാൻ ഒന്ന് പിടിച്ചിട്ടുണ്ടോ പ്രാവശ്യം? ഫോട്ടോ കണ്ടിട്ടുണ്ടോ ഇൻസ്റ്റയായിട്ട്? അത് അമ്മയുടെ ഓരോ അഭ്യാസങ്ങൾ. കുറച്ചെടുത്തത് വെച്ചാലോ, പടക്ക് വെച്ചാലോ. എവിടെയാണ് നമ്മുടെ വർണ്ണങ്ങൾ? ഈ വർഷം അധികം സാധനങ്ങളൊന്നും വാങ്ങിച്ചില്ല കേസ്. ഈ വർഷം നമുക്ക് അങ്ങനെ വലിയ സംഭവം ഇല്ല. ബട്ട് നെക്സ്റ്റ് ഇയർ നമുക്ക് പൊളിക്കാം. ഈ വർഷം ലൈറ്റ് വെർഷൻ ഓഫ് ദീപാവലി. ഇത് വെറുതെ കൊണ്ട് തന്നെയല്ലേ അമ്മ? നമുക്ക് ഫ്രീ കിട്ടിയതാണ്. നമുക്ക് തന്നെ തോന്നിയിരിക്കണമല്ലോ. ഇത് ഒരെണ്ണം വയ്ക്കണം. ഇത് കഴിഞ്ഞതിന് ഈ സാധനം പൊട്ടിച്ചാണ്. ഞാൻ പറഞ്ഞില്ല, അടുത്ത വർഷം നമുക്ക് അങ്ങനെ വല്ല സെറ്റ് ചെയ്യാം. അത് പെട്ടെന്ന് അങ്ങ് തീരും. ഓരോന്നേരം പൊട്ടിക്കേണ്ട ആവശ്യമില്ല. അത് മറ്റേ ഇതിൻ്റെ ചെറുത്. മോനെ, നീ ഓടാൻ തയ്യാറായിക്കോ, പടക്ക് വയ്ക്കാൻ പോവുകയാണ്. അത് ആലോചിക്കായിരിക്കും, കഴിഞ്ഞ വർഷം എന്നെ നീയൊക്കെ ഓട്ടിച്ചതല്ലടാ, ഈ വർഷം എന്നെ ഇവിടെ അടങ്ങി ജീവിക്കാൻ സമ്മതിക്കൂലടാ. അതും വിളക്കി കത്തിക്കണമൊക്കെയാണ്. അത് വിളക്കി തന്നെ കത്തിച്ചെടുത്തത്. ടച്ച് ഓൺ ഫയർ. മതി. ഒന്നൂടാ തരമാട്ടെ. നല്ല പൊങ്ങുന്നുണ്ട് കേട്ടോ. കാത്തമായ കത്തുപോലെ. പാച്ച് ഓൺ ഫയർ. പാച്ച് ഓടിക്കോ. അകത്തേറ് അവിടെ നിന്ന് മാറിയെന്നോ. ഓടിത്തള്ളി. പാച്ച് ഓടിക്കോടാ, ഓടറാ. പാച്ച് പേടിച്ച് പേടാ. പേടിക്കണ്ട. ചിക്കൻ സവാള ഗിരി കൊഞ്ച് കഴിഞ്ഞതാണ്. കൊഞ്ച് എക്സ്പ്ലെയിൻ ചെയ്തോ? എനിക്ക് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാറ്. ചിക്കൻ സവാള ഇതൊക്കെ എനിക്കും അറിയാം. ഇത് ചതക്കാൻ സാധനമാണ്, ചതച്ച് വെച്ചേക്കാണ്. ഗിരി കഴിഞ്ഞ ദീപാവലിക്ക് എന്തിനായിരുന്നു? ചിക്കനാ? ഇപ്പം കിട്ടിയതാണ്. ഇപ്പം കിട്ടിയ വാർത്ത കൈകൊള്ളി. എന്തിനാ ഇത്? ഞാൻ ചേർത്ത് വയ്ക്കാൻ പറഞ്ഞില്ല, ഇങ്ങനെ അടുത്ത് നിറച്ച് വെച്ചു. തറ വീഴാമ്മ.
ചായയിൽ കുറച്ച് ചിക്കൻ ഇട്ട ചായ റെഡി ആവട്ടെ. ജീവനോടെ കറങ്ങുന്നു. സീന് സാധനം ഉള്ളതിൽ ഡിഫറെൻ്റ് ആയിട്ട് ഇതാണ്. ആ സീനല്ലേ അത് കൊള്ളാം. ഉണ്ട് കേട്ടോ.